ഹായ് ഗായ്സ്, ഇന്ന് നമ്മളെ ചെസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെസ്റ്റ് ഡേ മാത്രമല്ല, ഇന്ന് എൻ്റെ പുഷ് ഡേ കൂടിയാണ്. ചെസ്റ്റും ട്രൈസും ഷോൾഡർ അടിക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഇതിൽ ചെസ്റ്റ് ഡേ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള വീഡിയോസ് എന്തെങ്കിലും 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, ഡേ ബൈ ഡേയിൽ ഇട്ട് വരുന്നതായിരിക്കും. കാരണം വീഡിയോ ലെങ്തി ആവേണ്ട വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ വണ്ടി എടുത്ത് നേരെ ജിമ്മിൽ വിട്ട് വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ചെസ്റ്റ് ഡേ കൊണ്ട് 2-3 പുഷപ്പ് കൂടുതൽ അടിക്കുകയും ചെയ്ത് അങ്ങനെ വന്ന് വാമപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീൻ ചെസ്റ്റ് പ്രസ്സിലാണ് തുടങ്ങാൻ വിചാരിച്ച്. ഫസ്റ്റ് നമ്മൾ 50-50 ഇട്ടിട്ട് എന്ത് ചെയ്യുക, വെയിറ്റും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് പിന്നെ ഒരു 10 kg കൂടി ആഡ് ചെയ്ത് അങ്ങനെ 25 ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെറ്റ് തുടങ്ങിയത്. അങ്ങനെ അതൊരു 50 റപ്പാണ് നമ്മൾ അടിച്ചത്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് സെക്കൻഡ് സെറ്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് സെറ്റ് കയറി. ലാസ്റ്റ് സെറ്റ് നമ്മൾ ഒരു 5 kg കൂടി ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് സെറ്റും അടി തുടങ്ങി. ബട്ട് ഇതിൽ ഞാൻ പറയുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യാനല്ലാത്ത കാരണം ഷോൾഡർ ചെറിയ ഇഞ്ചുറി, മീൻസ് ഷോൾഡർ ചെറിയ വെയിൻ വന്ന്, കാരണം അത് പൊക്കാൻ അത് കുറച്ച് പാട്ടാണ്. കാരണം ഒറ്റ കയ്യിൽ നമ്മൾ ലോഡ് ചെയ്ത് വേണം മറ്റേത് പൊക്കണമെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുക, തേർഡ് സെറ്റിൽ നമുക്ക് ആകെ 10 റപ്പ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തേർഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരെ നമ്മളെ ഫ്ലാറ്റ് ഡംബിൾ പ്രസ്സിനെ കൊണ്ട് വിട്ട് അവിടെ നമ്മളൊരു 50 kg പിടിച്ച് നമ്മൾ കുറച്ച് ഇരുന്ന് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്ത് പരിപാടി തുടങ്ങി. അതൊരു അതേപോലെ തന്നെ 50 റപ്പ് വെച്ചിട്ട് നമ്മൾ 3 സെറ്റാണ് നമ്മൾ അടിച്ചു തുടങ്ങിയത്. അങ്ങനെ അതൊരു കുഴപ്പമില്ലാതെ 3 സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, 50 kg തന്നെ അടിച്ച് തീർത്ത്. അപ്പോഴാണ് നമ്മൾ പ്രോ വന്നത്. അപ്പോൾ ആൾ പറഞ്ഞ നെക്സ്റ്റ് ഒരു ഡിക്ലൈൻ ചെസ്റ്റ് പ്രസ് അടിക്കാൻ പറഞ്ഞിട്ട് ആൾ പറഞ്ഞ് വാറക്കി നേരെ അതിന് കയറി. ആൾ പറഞ്ഞ് അത്ര വെയിറ്റ് ഉണ്ടാകാൻ പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റത്തിൽ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു 50-50 അടിച്ചടിച്ച് പിന്നെ ഒരു 10 kg ആഡ് ചെയ്ത് പിന്നെ ഒരു 10 kg കൂടി ആഡ് ചെയ്ത്. അപ്പോൾ ലാസ്റ്റ് സെറ്റ് ആയിട്ട് എന്ത് ചെയ്ത് പൊന്താതെ അല്ല ആൾ സപ്പോർട്ട് ഉണ്ടാകുന്ന കാരണം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ആ സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഫിനിഷ് ചെയ്ത് പിന്നെ ആൾ അടിക്കാൻ തുടങ്ങി. ആൾക്ക് സിമിലിയായിട്ട് മീൻസ് ആൾ ഡെയിലി അടിക്കാറില്ല, ഈ വെയിറ്റിൽ തന്നെ ആൾ ഡെയിലി അടിക്കാറുള്ളത്. അപ്പോൾ ആൾക്ക് ഞാൻ കുറച്ച് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നേരെ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്ത് വന്ന്. അപ്പോൾ അതിന് മുന്നേ സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, നേരെ 13 kg ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ വർക്കൗട്ട് ഇതേപോലെ തന്നെ ഒരു 15 റപ്പിൽ നമ്മൾ 3 സെറ്റ് നമ്മളത് അതൊരു കംപ്ലീറ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ബട്ട് ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഇഞ്ചുറീസ് കാര്യങ്ങൾ വരാതെ നമ്മൾ മാക്സിമം നോക്കണില്ല. ചെസ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇഞ്ചുറീസ് കാര്യങ്ങളും വരാതെ നമ്മൾ നേരെ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അപ്പർ ചെസ്റ്റിന് വേണ്ടി ഒരു കേബിൾ ക്രോസ് ഓവറിനാണ് നമ്മൾ പോയത്. അത് നമ്മളൊരു 10 kg ഇട്ടിട്ടുള്ളൂ. നേരെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ഓവർ തന്നെ 10 kg അപ്പർ ചെസ്റ്റിനായിട്ട് നമ്മൾ കൊടുത്ത് അപ്പർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്ത് നേരെ നമ്മളത് അതൊരു 3 സെറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ലോവർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കേബിൾ ക്രോസ് ഓവർ കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ അത് നമ്മളൊരു 10 kg ഇട്ടിട്ടുള്ളൂ. 10 അല്ലേ 50 kg നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് സെറ്റ് 50 kg പിന്നെ 20-25 നമ്മൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോയാറ്. അതൊരു 3 സെറ്റ് ഇതേപോലെ ലോവർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അതും 3 kg അടിച്ചതിന് ശേഷം സാധാരണ ഇന്നത്തെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ട് ചെസ്റ്റും കാര്യങ്ങളൊക്കെ പമ്പ് ചെയ്ത് കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നേരെ വീട്ടിൽ വിട്ട്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് വരുന്നതിനായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കി ട്രൈസും ഷോൾഡറൊക്കെ ഞാൻ ഡേ ബൈ ഡേയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.